ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിലെ അമേരിക്കൻ ഉപരോധത്തിലും ഇറാനിലും കേന്ദ്രീകരിക്കുമ്പോൾ തുർക്കി തങ്ങളുടെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ മുഗം നിർമ്മിക്കുന്ന തിരക്കിലാണ്. അടുത്ത വർഷം അവസാനത്തോടെ വിമാനവാഹിനി കപ്പൽ തയ്യാറാകുമെന്ന് തുർക്കി നാവികസേനാ കമാൻഡർ അഡ്മിറൽ എർക്യുമൻ ടാറ്റ്ലിയോഗ്ലു കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ഷെഡ്യൂളിനും ഒരു വർഷം മുന്നേ ഇത് പൂർത്തിയാക്കുന്നത് വർദ്ധിച്ചു വരുന്ന ഇസ്രയേലിന്റെ ഭീഷണി നേരിടാൻ വേണ്ടിയാണെന്നാണ് റിപ്പോർട്ടുകൾ. തുർക്കിയിലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ യുദ്ധക്കപ്പലായിരിക്കും ഇപ്പോൾ നിർമ്മിക്കുന്ന ഈ വിമാനവാഹിനി കപ്പൽ. ഏകദേശം 60,000 ടൺ ഭാരമുള്ള ഈ കപ്പലിന് 285 മീറ്റർ നീളമുണ്ടാകും. മെഡിറ്ററേനിയനിലെ ഏറ്റവും ശക്തമായ പ്രധാന യുദ്ധക്കപ്പലായി ഇതുവരെ കണക്കാക്കപ്പെട്ടിരുന്ന ചാൾസ് ഡി ഗല്ലയേക്കാൾ വലുതായിരിക്കും ഇത്. 60 വിമാനങ്ങൾ വരെ വിന്യസിക്കാൻ ഇതിന് കഴിയും. കൂടാതെ ഒരു ചെറിയ ടേക്ക് ഓഫ് സംവിധാനത്തോടെയുമാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2005 ഓഗസ്റ്റിൽ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാനാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഇറാന് എതിരായ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങൾക്കിടയിൽ തുർക്കി ഈ പദ്ധതി പെട്ടെന്ന് നടപ്പാക്കുന്നത് അവരുടെ പ്രതിരോധം ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ്. തുർക്കിയും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഗണ്യമായി വർദ്ധിച്ചു വരികയാണ്. ഇസ്രയേലിലെ ഗവൺമെന്റ്, പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും അവരുടെ പ്രസ്താവനകളിൽ തുർക്കിയെ ഇറാനുമായി താരതമ്യം ചെയ്യുന്നതും ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ജനപ്രിയ ഇസ്രയേലി പ്രതിപക്ഷ നേതാവായ നഫ്താലി ബെന്നറ്റ് ഫെബ്രുവരിയിൽ അമേരിക്കയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ തുർക്കിയെ അടുത്ത ഇറാൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ഗ്രീസുമായും സൈപ്രസുമായും ഇസ്രയേലിന്റെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തത്തിൽ തുർക്കി ആശങ്കാകുലരാണെന്നും അതിനാൽ തന്നെ നാവികശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നും തുർക്കി നാവികസേനാ വിദഗ്ധനായ മെയ്സുൺ യാസറും പറയുന്നു. ഗ്രീക്കും സൈപ്രസും ഇസ്രയേലും ചേർന്നുള്ള സഖ്യം ശക്തിപ്പെടുന്നു എന്നും കൂടുതൽ അപകടകരമായി മാറുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കിഴക്കൻ മെഡിറ്ററേനിയനിൽ തുർക്കി ഇപ്പോൾ കൂടുതൽ ഒറ്റപ്പെടുകയാണ്. അതുകൊണ്ടൊരു വിമാനവാഹിനി കപ്പൽ തുർക്കിക്ക് ഇപ്പോൾ അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ തുർക്കി സൈന്യം കിസിൽമ, ഹാർജിത്ത് തുടങ്ങിയ സ്റ്റെൽത്ത് ശേഷിയുള്ള ഡ്രോൺ യുദ്ധവിമാനങ്ങളും ക്യാൻ യുദ്ധവിമാനത്തിൻ്റെ ഒരു നാവിക പതിപ്പും ഉപയോഗിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെയുള്ള ചില യുദ്ധമാർഗങ്ങളും അവർ പരീക്ഷിച്ചു വരികയാണ്. തുർക്കി മികച്ച നിലയിലാണെന്നും ശക്തമായ പ്രതിരോധ വ്യവസായ ശേഷികളുണ്ടെന്നും ഈ പദ്ധതി തെളിയിക്കുകയാണെന്ന് മുൻ തുർക്കി അംബാസഡർ ആൽപർ കോസ്കുൻ പറയുന്നു. അമേരിക്ക സഖ്യകക്ഷികളിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ സംഭാവനകൾ ആവശ്യപ്പെടുകയും യൂറോപ്പിൽ നിന്ന് അകന്നു പോകാനുള്ള സൂചനകൾ നൽകുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഒരു പുതിയ വിമാനവാഹിനി കപ്പൽ നാറ്റോയിൽ തുർക്കിയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുമെന്നും ഇത് തുർക്കിയുടെ വിലപേശൽ ശക്തി വർദ്ധിപ്പിക്കുമെന്നും കൂടെ ആൽപർ കോസ്കുൻ പറയുന്നു.